ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചന കിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൈ ജമ്പ്, പോൾ വാൾട്ട് എന്നീ അത്ലറ്റിക് മത്സരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. മറ്റെല്ലാ മത്സരങ്ങളിലും കായിക താരം മറ്റൊരാളോടാണ് മത്സരിക്കുന്നത്. അവരുടെ ലക്ഷ്യം എതിരാളിയെ തോൽപ്പിക്കുകയാണ്. എന്നാൽ ഹൈ ജമ്പിലും പോൾ വാൾട്ടിലും കാര്യങ്ങൾ പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഇവിടെ കായിക താരം യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് തന്നോട് തന്നെയാണ്. ഈ മത്സരങ്ങളിൽ ഒരു അത്ലറ്റിനെ വിജയിയായി പ്രഖ്യാപിക്കുന്നത് മറ്റൊരാളെ തോൽപ്പിച്ചതുകൊണ്ടല്ല, മറിച്ച് സ്വന്തം ലക്ഷ്യത്തെ മറികടക്കുമ്പോഴാണ്. ഇവിടെ ലക്ഷ്യം ഒരു നിശ്ചിത ഫിനിഷിംഗ് ലൈനിലേക്കുള്ള ഓട്ടമല്ല, മറിച്ച് അത് സ്വന്തം കഴിവിനെതിരെ വ്യക്തിഗത വെല്ലുവിളികളുടെ ഒരു പരമ്പരയാണ്. അത്ലറ്റുകൾക്ക് അവർ ഏത് ഉയരത്തിൽ തുടങ്ങണം, ബാർ എത്രത്തോളം ഉയർത്തണം എന്നതിലൂടെ സ്വയം ലക്ഷ്യങ്ങൾ നിർവചിക്കാൻ കഴിയുന്നു. നിശ്ചയിക്കപ്പെട്ട ഉയരം ഒരിക്കൽ മറികടന്നാലും അതുകൊണ്ട് മാത്രം വിജയത്തിലേക്ക് എത്തുകയില്ല. ബാർ വീണ്ടും ഉയർത്തപ്പെടും. സ്വന്തം കഴിവിന്റെ പുതിയ പരിധിയെ മറികടക്കേണ്ടിയിരിക്കുന്നു. ഈ മത്സരങ്ങളിൽ മറ്റു മത്സരാർത്ഥികളോട് ഏറ്റുമുട്ടുകയോ അവരെ പ്രതിരോധിക്കുകയോ ചെയ്യേണ്ടതില്ല, മറിച്ച് സ്വന്തം കഴിവിൽ നേടിയ ലക്ഷ്യത്തെ മറികടക്കുക എന്നതാണ് പ്രധാനം. മുൻപ് സംഭവിച്ച പരാജയത്തെയും കുറഞ്ഞ ഉയരത്തെയും ഭയത്തെയും ഒക്കെ മറികടക്കാൻ പിന്നീട് സാധിക്കുമെന്ന പ്രത്യേകതയും ഈ മത്സരങ്ങളിലുണ്ട്. ഈ മത്സരങ്ങളിൽ നിന്ന് വലിയ പാഠം ജീവിതത്തിൽ പകർത്തേണ്ടിയിരിക്കുന്നു. നാം മത്സരിക്കേണ്ടത് ആരോടാണ് എന്ന് കണ്ടെത്തുക തന്നെ വേണം. മത്സരിക്കേണ്ടത് നമ്മോട് തന്നെയാണ്. ജീവിതം മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ളതല്ല, മറിച്ച് സ്വന്തം തോൽവികൾ മറികടക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവുണ്ടായാൽ ജീവിതം കൂടുതൽ ലളിതവും സുന്ദരവുമാകും. ജീവിതമാകുന്ന മത്സരത്തെക്കുറിച്ച് പരിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് എത്ര ശ്രേഷ്ഠമാണ്. എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുന്നിലുള്ളവയെ ലക്ഷ്യമാക്കി യേശുക്രിസ്തുവിൽ ഞാൻ മുന്നേറുന്നു. ക്രിസ്തുവിൽ ആശ്രയിച്ച് കൂടുതൽ ഉയർന്ന ലക്ഷ്യത്തെ മുൻനിർത്തി മത്സരിക്കുക എന്നതാണ് പ്രധാനം. അവിടെ മറ്റുള്ളവരെ തോൽപ്പിക്കുകയല്ല, മറിച്ച് സ്വയം വിജയിക്കുക എന്നതാണ് പ്രധാനം. ഓരോ ദിവസവും ഉയർന്ന ലക്ഷ്യത്തെ മുൻനിർത്തി യാത്ര ചെയ്യാൻ കഴിയുക, കഴിഞ്ഞ ദിവസങ്ങളിലെ പരാജയങ്ങൾ ആവർത്തിക്കാതിരിക്കുക, ഇന്നലത്തേക്കാൾ കൂടുതൽ മെച്ചമായ രീതിയിൽ ദിവസം പൂർത്തീകരിക്കുക എന്നതൊക്കെയാണ് ജീവിതമാകുന്ന മത്സരത്തിൽ ചെയ്യേണ്ടത്. നമ്മുടെ എതിരാളികൾ ചുറ്റുമുള്ളവരല്ല എന്ന തിരിച്ചറിവാണ് നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്നത്. തോൽപ്പിക്കേണ്ടത് നമ്മുടെ കുറവുകളെയാണ്, എതിർക്കേണ്ടത് നമ്മുടെ പരാജയങ്ങളെയാണ്, മറികടക്കേണ്ടത് നമ്മുടെ ചെറിയ ലക്ഷ്യങ്ങളെയാണ്. മറ്റുള്ളവരെ തോൽപ്പിക്കാൻ ശ്രമിച്ച് സമയം കളയാതെ സ്വയം മത്സരിക്കാം, സ്വന്തം ജീവിതത്തിൽ വിജയം കണ്ടെത്താം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്വർഗങ്ങൾ അവിടുത്തേത്, ഭൂതലവും അതിൻ പൂർണ്ണതയും. സ്വർഗങ്ങൾ അവിടുത്തേത്, ഭൂതലവും അതിൻ പൂർണ്ണതയും. ബലവാനാം ദൈവമേ,